ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഒരുപാട് നാളായി ഇപ്പം യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഈസി ആയിട്ട് നമുക്കെങ്ങനെ ഡിന്നർ തയ്യാറാക്കാമെന്നുള്ളത്. ഞാനിവിടെ ഡിന്നർ ഉണ്ടാക്കിയിട്ടുള്ളത് പനീർ ബട്ടറും ബട്ടൂരയാണ് ഞാൻ ഉണ്ടാക്കിയത്. ബട്ടൂരയ്ക്ക് പകരമായിട്ട് നമുക്ക് നാണൊക്കെ ഉണ്ടാക്കാം. ഞാനിവിടെ ഇപ്പം ബട്ടൂരയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ കൂടെയായിട്ട് കോമ്പിനേഷൻ. അതൊരു പാൻ വെച്ചിട്ട് നമുക്ക് ബട്ടർ ഇട്ടിട്ട് അതിൽ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതിനിടയിൽ എൻ്റെ മോന് പാട്ടൊക്കെ പാടുന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അവന് മദ്രസയിൽ പാട്ടിന് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട് മുഴുവൻ എപ്പോഴും പാട്ട് തന്നെയാണ്. ഓൻ പാടുന്നത് കേൾക്കുമ്പോൾ തന്നെ ബാക്കി രണ്ടാളും വേറെയും പാടാൻ തുടങ്ങും. പിന്നെ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിൽ ബട്ടറൊക്കെ ഇട്ടിട്ട് ഈ നമ്മൾ ഉള്ളിയും ഒരു തക്കാളിയും ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളത്. പച്ചമുളകിന് പകരം നമുക്ക് പിരിയമുളകില്ലേ, അത് ആഡ് ചെയ്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഇപ്പം പിരിയമുളകൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പച്ചമുളക് എടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റാൽ മതി. അത് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മിക്സിയുടെ ജാറിൻ്റെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാനുണ്ട്. അടിച്ചെടുക്കുമ്പം കുറച്ച് തണിഞ്ഞിട്ട് വേണം കേട്ടോ. അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വേറൊരു പാനിൽ ബട്ടറൊക്കെ ഇട്ടിട്ട് ഇതിൽ ഈ അടിച്ചെടുത്ത മിക്സ് അതിലേക്ക് ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിക്കണം, ഇത് ഇങ്ങനെ തിക്കായിട്ടുണ്ടാകാൻ പാടില്ല. എന്നിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് വരുമ്പോൾ നമുക്കതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായില്ല, അങ്ങനെ ഉപ്പ് ആഡ് ചെയ്യാം. അങ്ങനെ ഉപ്പ് ആഡ് ചെയ്തിട്ട് കുറച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത പനീറില്ലേ അത് ഇട്ട് കൊടുക്കാം. പനീർ നമ്മൾ ഫ്രൈ ചെയ്തതായതുകൊണ്ട് അത്ര അതിന് വേവാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് മല്ലിച്ചപ്പ് ഇട്ടിട്ട് അതൊന്ന് തീയൊന്ന് ഓഫ് ചെയ്യാം. ഈസിയല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ്. മാത്രമല്ല നമുക്കിത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ബട്ടൂരയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ രാവിലെ അതിൽ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ടൂര ഉണ്ടാക്കുന്നതിന് ഓരോന്നായിട്ടല്ല ഉണ്ടാക്കിയത്. ഞാൻ വലിയ ഡൗ എടുത്തിട്ട് ഇത് ഒരു ഷീറ്റ് പോലെ ഇങ്ങനെ പരത്തി എടുക്കുകയല്ലേ ചെയ്യാം. ഇങ്ങനെ ഷീറ്റ് പോലെ പരത്തി എടുത്തിട്ട് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരികയിൽ അതാകുമ്പോൾ ഈ സിമ്പിളാണ്. എന്ന് വെച്ചാൽ അത് എണ്ണയിലിടുമ്പോൾ പൊങ്ങി വരാണ്ടൊന്നും നിൽക്കുന്നില്ല. നല്ല ബോൾ പോലെ പൊങ്ങി വരുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് പണിയും കുറഞ്ഞു. ഇങ്ങനെ ഓരോന്നായിട്ട് പരത്തി എടുക്കുമ്പോൾ ഒരുപാട് പണിയല്ലേ. ഇതാകുമ്പോൾ നമുക്ക് നീട്ടി അങ്ങ് പരത്തി എടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊണ്ടുവരലേ വേണ്ടു. ചിലർക്ക് അത് അതിൻ്റേതായ ഷേപ്പിൽ തന്നെ വേണമെന്നൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. അവർ എന്തായാലും ഓരോന്നായിട്ട് തന്നെ എടുത്തോ. ഞാനിത് എനിക്ക് എളുപ്പപ്പണിയായിട്ടും ഇങ്ങനെ ആക്കുമ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് കൊണ്ടും മാത്രമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ റൗണ്ടിൽ വേണമെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പെടുത്തിട്ട് അങ്ങനെ റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്യാം. അതല്ല ഇതുപോലെ സ്ക്വയർ ഷേപ്പ് ആവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കത്തിയെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിടുകയും ചെയ്യാം. ഇത് പരത്താൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് പൊങ്ങി വരുന്നുണ്ട്, കണ്ടോ? ഇത് നല്ല സോഫ്റ്റും ആയിരിക്കും. ഇത് ഇങ്ങനെ കട്ട് ചെയ്തെന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല. ഇത് ചുടാൻ തുടങ്ങുമ്പോൾ തന്നെ മോ വന്നിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ടായി ഞാൻ എടുക്കട്ടെ. ഞാൻ പറഞ്ഞ അടുത്തോ, ഓരോന്നായി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും അവന് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ തന്നെ എടുത്തു. അവൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചില സമയത്ത് 2-3 തവണ ഞാൻ പറയേണ്ടി വരുന്നുണ്ട്. പക്ഷെ എന്നാലും അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. അവനെടുക്ക് എന്നെ ഹെൽപ്പൊക്കെ ചെയ്യലുണ്ട്. ഞാൻ ചപ്പാത്തി ചുടുന്ന സമയത്തൊക്കെ അവൻ പറയും ഞാൻ ചുട്ട് തരാം, ഉമ്മ പരത്തി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുത്തുന്നുണ്ട്. എനിക്ക് കൈമുറിഞ്ഞ് കഴിഞ്ഞാൽ പാത്രമൊന്നും കഴുകാൻ പറ്റുന്നില്ലെങ്കിൽ എന്നോട് പറയും ഞാൻ കഴുകിത്തരാം. അങ്ങനെ അവനെടുക്കുന്ന കാണുമ്പോഴത്തേക്ക് ബാക്കി രണ്ടാളും വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മക്കും തന്നെ നമ്മളും കഴിക്കട്ടെ. അതൊന്നും കൊണ്ടല്ല, ഇത് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് അല്ലേ ബട്ടൂര. പിന്നെയെന്ന് വെച്ചാൽ ഇവർ വേഗം കിടന്നുറങ്ങുകയും ചെയ്യും. 8 മണിയാകുമ്പോഴത്തേക്കും ഇവർക്ക് അങ്ങ് ഉറക്കമൊക്കെ വരാൻ തുടങ്ങും. പിന്നെ ഞാൻ വേഗം ഫുഡൊക്കെ കൊടുത്തിട്ട് ഉറക്കാൻ നോക്കലാണ്. അല്ലെങ്കിൽ ഫുഡ് കഴിക്കാണ്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് എണീപ്പിച്ചിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും.
അങ്ങനെ 3 പേരും കഴിക്കാൻ തുടങ്ങി. 3 പേരും കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഇതും ചുട്ട് കഴിഞ്ഞ് ഞാനും കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും കഴിച്ചിട്ട് എല്ലാവരും നേരത്തെ തന്നെ കയറി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.